നമസ്കാരം. അക്ബർ ചക്രവർത്തിക്ക് പോലും കീഴടക്കാൻ സാധിക്കാതെ പോയ ഒരു പേരുണ്ടായിരുന്നു ഭാരത ചരിത്രത്തിൽ. മുഗൾ സാമ്രാജ്യത്തിന്റെ അധികാര കൊതിക്ക് മുന്നിൽ സ്വന്തം ആത്മാഭിമാനം അടിയറവ് വെക്കാത്ത രജപുത്രന്റെ പോരാട്ട വീര്യം ലോകത്തിന് കാണിച്ചു കൊടുത്ത ആ ധീരനായകൻ അതാരായിരുന്നു? അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് നമ്മുടെ ചരിത്ര പുസ്തകങ്ങൾ വേണ്ടത്ര വാഴ്ത്താത്തത്? അറിയാം. മേവാറിന്റെ സിംഹമായ റാണ പ്രതാപ് സിംഗിന്റെ ഇതിഹാസ തുല്യമായ ജീവിതകഥ. നമ്മുടെ ചരിത്രത്തിൽ മുഗൾ രാജാക്കന്മാരെ കുറിച്ച് ആവോളം കേൾക്കാറുണ്ട്. പക്ഷെ അവർക്ക് മുന്നിൽ ഒരിക്കൽ പോലും തലകുനിക്കാതെ സ്വന്തം നാടിന് വേണ്ടി ജീവിത അവസാനം വരെ പോരാടിയ ഒരു ധീര നായകനുണ്ട്. അതാണ് മഹാറാണ പ്രതാപ് സിംഗ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ മുഗളന്മാരെ പോലെ നമ്മൾ വാഴ്ത്താത്തത്? നമുക്ക് ആ കഥയിലേക്ക് പോകാം. 1540 മെയ് 9 രാജസ്ഥാനിലെ കുംഭൽഗഡിൽ മേവാറിന്റെ രാജാവായ ഉദയ് സിംഗ് രണ്ടാമന്റെയും റാണി ജയന്ത ബായിയുടെയും മകനാണ് പ്രതാപ് സിംഗ്. ചെറുപ്പം മുതലേ അദ്ദേഹം യുദ്ധമുറകളിൽ മിടുക്കനായിരുന്നു. സ്വന്തം നാടിനെയും ജനങ്ങളെയും ഒരുപാട് സ്നേഹിച്ചു. ഭിൽ എന്ന ആദിവാസി വിഭാഗക്കാരുമായി അദ്ദേഹത്തിന് നല്ല ബന്ധവും ഉണ്ടായിരുന്നു. അത് പിന്നീട് അദ്ദേഹത്തിന്റെ യുദ്ധങ്ങളിൽ ഒരുപാട് സഹായമായിട്ടുണ്ട്. അക്കാലത്ത് മുഗൾ സാമ്രാജ്യം ശക്തി പ്രാപിച്ചു വരുന്ന സമയമായിരുന്നു. അക്ബർ ചക്രവർത്തി രാജാവായ ശേഷം പല രജപുത്ര രാജാക്കന്മാരെയും തന്റെ കീഴിലാക്കി. ചിലരെ യുദ്ധം ചെയ്തും മറ്റു ചിലരെ വിവാഹ ബന്ധങ്ങളിലൂടെയും സഖ്യങ്ങളിലൂടെയും അക്ബർ വരുതിയിലാക്കി. ജയ്പൂർ, ഉദയ്പൂർ തുടങ്ങിയ വലിയ രാജ്യങ്ങളിലെ രാജാക്കന്മാർ പോലും അക്ബറിന് കപ്പം കൊടുത്ത് അദ്ദേഹത്തിന്റെ അടിമകളായി മാറിയിരുന്നു. പക്ഷെ ഒരാൾ മാത്രം അതിന് തയ്യാറായില്ല. അതാണ് റാണ പ്രതാപ് സിംഗ്. 1572 പ്രതാപിന്റെ പിതാവ് മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഇളയ സഹോദരൻ ജഗ്മലിനാണ് രാജഭരണം ലഭിക്കേണ്ടിയിരുന്നത്. എന്നാൽ മേവാറിലെ ജനങ്ങളും പ്രമുഖരും പ്രതാപ് സിംഗിനെ പിന്തുണച്ചു. മുഗൾ ഭീഷണിയെ നേരിടാൻ പ്രതാപിന് മാത്രമേ സാധിക്കൂ എന്ന് അവർക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ 1572 മാർച്ച് 1 റാണ പ്രതാപ് സിംഗ് മേവാറിന്റെ രാജാവായി സ്ഥാനമേറ്റു. ഇത് വെറും ഒരു കിരീടധാരണം മാത്രമായിരുന്നില്ല, മറിച്ച് മുഗളർക്ക് മുന്നിൽ തല കുനിക്കില്ല എന്ന ദൃഢപ്രതിജ്ഞ കൂടിയായിരുന്നു. അക്ബർ പല തവണ പ്രതാപിനെ തന്റെ പക്ഷത്താക്കാനായി ശ്രമിക്കുന്നുണ്ട്. സന്ധി സംഭാഷണങ്ങൾക്കായി തന്റെ ദൂതന്മാരെ അയച്ചു. അക്ബറിന്റെ കീഴിൽ വന്നാൽ സമ്പത്തും അധികാരവും നൽകാമെന്ന് ഒരുപാട് വാഗ്ദാനങ്ങൾ ചെയ്തു. പക്ഷേ പ്രതാപ് സിംഗ് അതൊന്നും വകവെച്ചില്ല. മുഗളന്മാരുടെ അടിമയായി ജീവിക്കുന്നതിലും നല്ലത് മരിക്കുന്നതാണെന്ന് പ്രതാപ് സിംഗ് ഉറച്ചു വിശ്വസിച്ചു. അത് അക്ബറിന് വലിയ ദേഷ്യം വരുത്തി. തന്റെ സാമ്രാജ്യത്തിന് ഒരു വെല്ലുവിളിയായി റാണ പ്രതാപ് സിംഗ് ഉയർന്നു നിന്നു. മേവാറിനെ കീഴ്പ്പെടുത്താതെ തന്റെ ഭരണം പൂർത്തിയാകില്ലെന്ന് മനസ്സിലാക്കിയ അക്ബർ റാണ പ്രതാപിനെ തോൽപ്പിക്കാനായി ഒരു വലിയ യുദ്ധത്തിന് പദ്ധതിയിട്ടു. തന്റെ മകൻ ജഹാംഗീറിനെ അഥവാ സലീമിനെ സൈന്യത്തെ നയിക്കാനായി ചുമതലപ്പെടുത്തി. മുഗൾ സൈന്യത്തിന് നേതൃത്വം നൽകിയത് രാജാ മാൻസിംഗ് ആയിരുന്നു. മേവാറിനെ ആക്രമിക്കാൻ അവർ ഹൽദിഘട്ട് എന്ന സ്ഥലം തിരഞ്ഞെടുത്തു. 1576 ജൂൺ 18 ഹൽദിഘട്ടിൽ വെച്ച് ചരിത്ര പ്രസിദ്ധമായ ഒരു യുദ്ധം നടന്നു. മുഗൾ സൈന്യം ഒരുപാടധികം പേരുണ്ടായിരുന്നു, ഏകദേശം 80,000 പേർ. എന്നാൽ റാണ പ്രതാപ് സിംഗിന്റെ സൈന്യം വളരെ കുറവായിരുന്നു, വെറും 20,000 പേർ. എന്നിട്ടും അവർ ധീരമായി തന്നെ തോറ്റുകൊടുക്കാതെ പോരാടി. ഭിൽ ഗോത്രത്തിൽ നിന്നുള്ള യോദ്ധാക്കൾക്ക് മലകളെ കുറിച്ച് നല്ല അറിവുണ്ടായിരുന്നത് റാണയ്ക്ക് ഗുണമായി. യുദ്ധം അതിഭീകരമായിരുന്നു. ആനപ്പുറത്തായിരുന്ന സലീം രാജകുമാരനെ റാണ പ്രതാപ് സിംഗ് നേരിട്ട് ആക്രമിച്ചു. റാണയുടെ വിശ്വസ്തനായ കുതിര ചേതക്ക് ആനയുടെ തലച്ചോറിൽ ചാടി കയറി ആനയുടെ കൊമ്പിൽ ഒളിപ്പിച്ച വാളുകൊണ്ട് സലീമിനെ ലക്ഷ്യം വെച്ചുവെങ്കിലും നേരിയ വ്യത്യാസത്തിൽ അത് ലക്ഷ്യം തെറ്റി. സലീമിന് പരിക്കേറ്റു. എന്നാൽ ഇതിനിടെ ആനയുടെ ചവിട്ടേറ്റ് ചേതക്കിന്റെ ഒരു കാലൊടിഞ്ഞു. എന്നിട്ടും ചേതക്ക് പോരാട്ടം നിർത്തിയില്ല. യുദ്ധത്തിൽ റാണ പ്രതാപ് സിംഗിന് ഗുരുതരമായി പരിക്കേറ്റു. അത് മേവാർ സൈന്യത്തിന് വലിയ തിരിച്ചടിയായി പോയി. റാണയെ യുദ്ധക്കളത്തിൽ നിന്ന് മാറ്റാൻ അദ്ദേഹത്തിന്റെ സേനാനായകന്മാർ നിർബന്ധിച്ചു. തന്റെ യജമാനൻ അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ ചേതക്ക് ആ ഒടിഞ്ഞ കാലുമായി റാണയെയും കൊണ്ട് യുദ്ധക്കളത്തിൽ നിന്നും പാഞ്ഞു. ഏകദേശം 5-6 കിലോമീറ്ററോളം അവൻ നിർത്താതെ ഓടി. ശത്രുക്കൾ പിന്നാലെ ഉണ്ടായിരുന്നു. ഓടുന്നതിന്റെ അവർക്ക് മുന്നിൽ ഒരു വലിയ നദി വന്നു. ഏകദേശം 21 അടി വീതിയുള്ള ആ നദി ചേതക്ക് ചാടിക്കടന്നു. റാണയെ സുരക്ഷിതനാക്കിയ ശേഷം ചേതക്ക് അവിടെ വെച്ച് ജീവൻ വെടിഞ്ഞു. ചേതക്കിന്റെ ഈ ത്യാഗം യജമാനോടുള്ള വിശ്വസ്തയുടെ പ്രതീകമായി ഇന്നും നിലനിൽക്കുന്നുണ്ട്. പല കഥകളിലും ചേതക്ക് ഇന്നും നിറഞ്ഞു നിൽക്കുകയാണ്. ഹൽദിഘട്ട് യുദ്ധത്തിൽ മുഗളർക്ക് വിജയം ലഭിച്ചു. പക്ഷേ അവർക്ക് റാണ പ്രതാപിനെ പിടികൂടാൻ കഴിഞ്ഞില്ല. ഇത് അക്ബറിന് വലിയ നിരാശയുണ്ടാക്കി. ഹൽദിഘട്ടിലെ തോൽവിക്ക് ശേഷം പ്രതാപ് സിംഗ് തന്റെ യുദ്ധമുറകൾ മാറ്റിപ്പിടിച്ചു. അദ്ദേഹം ആരവല്ലി മലനിരകളിലേക്ക് പിൻവാങ്ങി. അവിടെ നിന്നും ഒളിപ്പോരുകൾ ആരംഭിച്ചു. മുഗൾ സൈന്യത്തിന് മലനിരകളെ കുറിച്ച് വലിയ ധാരണയില്ലാത്തതിനാൽ അവർക്ക് റാണിയുടെ സൈന്യത്തെ നേരിടാൻ സാധിച്ചില്ല. കാടുകളിലും മലയിടുക്കുകളിലും ഒളിഞ്ഞിരുന്ന് അവർ മുഗൾ സൈനികരെ ആക്രമിച്ചു. ഭക്ഷണവും ആയുധങ്ങളും എത്തിക്കുന്നത് പോലും
റാണയുടെ സൈന്യം തടസ്സപ്പെടുത്തി. ഈ സമയത്ത് സ്വന്തം രാജ്യം തിരിച്ചു പിടിക്കാൻ റാണ പ്രതാപ് സിംഗ് ദൃഢനിശ്ചയം ചെയ്തു. തന്റെ ജനങ്ങളെയും യോദ്ധാക്കളെയും കൂട്ടി അദ്ദേഹം മുഗളർക്കെതിരെ നിരന്തരം ആക്രമണങ്ങൾ നടത്തി. സാമ്പത്തികമായി കഷ്ടപ്പെട്ടിട്ടും ജനങ്ങളുടെ പിന്തുണയോടെ അദ്ദേഹം സൈന്യത്തെ നിലനിർത്തി. പലപ്പോഴും കാടുകളിൽ താമസിക്കുകയും കഷ്ടപ്പെട്ട് ഭക്ഷണം കണ്ടെത്തുകയൊക്കെ ചെയ്തു. എന്നിട്ടും സ്വന്തം നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹം ഒരു കാലത്തും കുറഞ്ഞില്ല. റാണ പ്രതാപ് സിംഗിന്റെ ഈ നിശ്ചയദാർഢ്യം അക്ബറിന് ദേഷ്യം പിടിപ്പിച്ചു. പക്ഷേ അക്ബറിന്റെ കൊട്ടാരത്തിൽ പോലും റാണയോട് ആദരവ് പുലർത്തിയിരുന്നവരുണ്ടായിരുന്നു. അക്ബറിന്റെ സഭയിലെ കവിയായ പൃഥ്വിരാജ് റാത്തോർ അങ്ങനെയുള്ള ഒരാളായിരുന്നു. ഒരു സംഭവം അദ്ദേഹത്തിന് അക്ബറിനോട് വിദ്വേഷം ഉണ്ടാക്കിയിരുന്നു. പൃഥ്വിരാജിന്റെ ഭാര്യ ജോഷിയെ അക്ബർ മോഹിച്ചിരുന്നു. എന്നാൽ ജോഷി അക്ബറിന് വഴങ്ങാതെ സ്വന്തം മാറിൽ കഠാര കുത്തി ആത്മഹത്യ ചെയ്തു. ഭാര്യയുടെ മരണത്തിന് കാരണം അക്ബർ ആണെന്ന് മനസ്സിലാക്കിയ പൃഥ്വിരാജ് അക്ബറിനെതിരെ കത്തുകളും കവിതകളും എഴുതി പ്രചരിപ്പിച്ചു. കൂടാതെ റാണ പ്രതാപ് സിംഗിനെ പ്രശംസിച്ചുകൊണ്ട് നിരവധി കവിതകൾ എഴുതി. അക്ബറിന്റെ സദസ്സിൽ ഇരുന്നു കൊണ്ട് തന്നെ റാണയുടെ ധീരതയെ വാഴ്ത്താൻ അദ്ദേഹം ധൈര്യം കാണിച്ചു. ഇത് റാണയ്ക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകിയത്. പ്രതാപ് സിംഗിന്റെ പോരാട്ട വീരത്തിന്റെ മറ്റൊരു ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ധാവേർ യുദ്ധം. 1582 ഇത് നടക്കുന്നത്. ഈ യുദ്ധത്തിൽ റാണ പ്രതാപ് സിംഗും അദ്ദേഹത്തിന്റെ മകനായ അമർ സിംഗും മുഗൾ സൈന്യത്തെ നേരിട്ടു. അമർ സിംഗ് മുഗൾ സേനാനായകൻ സുൽത്താൻ ഖാനെ കൊന്നുകളഞ്ഞു. ഈ യുദ്ധം മേവാറിന് ഒരു വലിയ വിജയമായിരുന്നു. ഈ യുദ്ധത്തോടെ റാണ പ്രതാപ് സിംഗ് തന്റെ നഷ്ടപ്പെട്ട മിക്കവാറും എല്ലാ പ്രദേശങ്ങളും ഒക്കെ തിരിച്ചു പിടിച്ചു. അക്ബറിന്റെ ശ്രദ്ധ പിന്നീട് മറ്റ് യുദ്ധങ്ങളിലേക്ക് മാറിയത് റാണയ്ക്ക് കൂടുതൽ അവസരങ്ങൾ നൽകി. മേവാറിനെ പൂർണ്ണമായും മുഗൾ ഭരണത്തിൽ നിന്നും മോചിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. 1585ഓടെ ചിറ്റോർ കോട്ടയൊഴികെ മേവാറിന്റെ വലിയൊരു ഭാഗം റാണയുടെ കീഴിലായി. ചവാന്ത് എന്ന സ്ഥലം അദ്ദേഹം തന്റെ പുതിയ തലസ്ഥാനമാക്കി. ഈ സമയം മേവാർ സാമ്പത്തികമായും സൈനികമായും കൂടുതൽ ശക്തി ആർജിച്ചു. 1597 ജനുവരി 19 വേട്ടയാടുന്നതിനിടെ സംഭവിച്ച ഒരു അപകടത്തെ തുടർന്നുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് മഹാറാണ പ്രതാപ് സിംഗ് മരിച്ചു. വെറും 56 വയസ്സായിരുന്നു അദ്ദേഹത്തിന് അപ്പോൾ പ്രായം. അദ്ദേഹത്തിന്റെ മരണം മുഗൾ ചക്രവർത്തി അക്ബറിനെ പോലും ദുഃഖിതനാക്കി എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അക്ബറിന്റെ സദസ്സിലെ കവി ദുർസ ആദ റാണയുടെ മരണത്തിൽ അനുശോചിച്ച് ഒരു കവിതയും എഴുതുകയുണ്ടായി. അതിൽ റാണയുടെ ധീരതയെയും ഒരിക്കലും തലകുനിക്കാത്ത ആത്മാഭിമാനത്തെയും പ്രശംസിച്ചു. മഹാറാണ പ്രതാപ് സിംഗ് ഒരു ധീരനായകൻ എന്നതിൽ തർക്കമേയില്ല. തന്റെ രാജ്യത്തിനും ആത്മാഭിമാനത്തിനും വേണ്ടി ജീവിത അവസാനം വരെ പോരാടിയ ഒരു പോരാളിയായിരുന്നു അദ്ദേഹം. എന്നിട്ടും അക്ബറിനെ പോലെയുള്ള മുഗൾ ചക്രവർത്തിമാരെ പോലെ അദ്ദേഹത്തെ എന്തുകൊണ്ട് നമ്മുടെ ചരിത്ര പുസ്തകങ്ങൾ വേണ്ടത്ര വാഴ്ത്തിയില്ല? ഇതിന് പല കാരണങ്ങളുണ്ടാകാം. ഒന്നാമത്തെ കാരണം മുഗളരുടെ സ്വാധീനമാണ്. ഇന്ത്യയിലെ ചരിത്രം എഴുതിയവരിൽ പലരും മുഗളരെ അനുകൂലിക്കുന്നവരായിരുന്നു. അവർ മുഗളരുടെ വിജയങ്ങളെ കുറിച്ച് കൂടുതൽ എഴുതി. രണ്ടാമത്, സാധാരണയായി ചരിത്രം എഴുതുന്നത് വിജയിച്ചവരാണ്. മുഗൾ സാമ്രാജ്യം അക്കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രബല ശക്തിയായിരുന്നു. പിന്നീട് റാണ പ്രതാപ് സിംഗ് പ്രധാനമായും മേവാർ എന്ന ചെറിയൊരു രാജ്യത്തിന് വേണ്ടി മാത്രമാണ് പോരാടിയത്. ഇത് വലിയ മുഗൾ സാമ്രാജ്യത്തിന്റെ കഥകളിൽ വലിയ പ്രാധാന്യത്തോടെ ഒന്നും വന്നില്ല. പിന്നെ സ്വാതന്ത്ര്യാനന്തരം പോലും ചരിത്രകാരന്മാർ ചിലപ്പോൾ രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ ചില വ്യക്തികളെ കൂടുതൽ പ്രാധാന്യത്തോടെ കണ്ടു, മറ്റു ചിലരെ അവഗണിച്ചു. എന്തൊക്കെയാണെങ്കിലും റാണ പ്രതാപ് സിംഗ് ഭാരതത്തിന്റെ ചരിത്രത്തിലെ ഒരു വലിയ ധീരനാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ആത്മാഭിമാനത്തിന് വേണ്ടി പോരാടാൻ അദ്ദേഹം നൽകിയ പ്രചോദനം വളരെ വലുതാണ്. അദ്ദേഹത്തിന്റെ കഥ ഓരോ ഭാരതീയന്റെയും ഹൃദയത്തിൽ അഭിമാനത്തോടെ നിറഞ്ഞു നിൽക്കേണ്ടതാണ്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? എന്തുകൊണ്ടാണ് ഈ വീരനായകൻ വേണ്ടത്ര വാഴ്ത്തപ്പെടാതെ പോയത്? കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കുറിക്കൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തുവരെ നന്ദി.